സൗകര്യമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ഇക്ക പടം കണ്ടാ നിക്ക പടം കാണാം, അടിപൊളി. ബേസിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കോമഡി സീൻസ് ഒക്കെയോ? കോമഡി സീൻസ് ചേട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? പടം എങ്ങനെ ഉണ്ടായിരുന്നു? മെയിൻ ആക്ടേഴ്സ് ബാക്കി എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റാണ്. അവരൊക്കെ ചെയ്യുന്ന പെർഫോമൻസ് നോക്കണം. ഇൻട്രോയിൽ വരെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വിരളി കലക്കും അവർ കിടന്നു. ഇതിലും അവിടെ മസ്റ്റ് വാച്ച് തിയേറ്റർ. ആ തിയേറ്റർ തന്നെ കണ്ടാലും അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെയും സൗണ്ടിൻ്റെയും ഒക്കെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. എല്ലാം ചെമ്പരെ കറക്കിട്ടുണ്ട്. സൗദിനെ എല്ലാവരും കിടിലും പടം. സൗകര്യമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ഇക്ക പടം കണ്ടാ നിക്ക ബേസിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിലി പിന്നെ നമ്മുടെ പിള്ളേരല്ലേ അവരൊക്കെ. ഞാൻ ശബരീഷിൻ്റെ അമ്മയാണ്. ഓ ഓ ഓ സൗബിനൊക്കെ എപ്പോഴും വീട്ടിൽ വരുന്നതല്ലേ. അവരൊക്കെ നമ്മുടെ കുട്ടികളല്ലേ, എത്ര വർഷം തൊട്ട് അറിയാം. അപ്പോൾ പടം ഇഷ്ടപ്പെട്ടു. പിന്നെ മാമിനോ? ഇത് അശ്വിനിയുടെ മദറാണ്, ശബരീഷിൻ്റെ മദറിൻ്റെ. ആ ഓക്കെ. എങ്ങനെയുണ്ടോ മാം പടം? അവർക്ക് അത്ര മനസ്സിലായില്ല. മഹാരാഷ്ട്രീയനല്ലേ, ഡയലോഗൊന്നും അത്ര മനസ്സിലായില്ല. സ്റ്റോറി മൊത്തത്തിൽ പടം കാണാം, അടിപൊളി. ഇതിലെ നോക്കോ അടുത്ത റാപ്പിയല്ലേ? പടം നൈസാണ്. ഒരു ഷാപ്പിംഗ് മോളിൽ നടക്കുന്ന കൊലപാതകം അത് നല്ല രീതിയിലായിട്ട് അവതരിച്ചിട്ടുണ്ട്. കോമഡി ട്രാക്കും ഉണ്ട്, ത്രില്ലറിംഗ് മൂവ്മെന്റ് ട്രാക്കും ഉണ്ട്. രണ്ടുകൂടി ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം നടത്താന്ന് പറയുന്നത് വേറൊരു വെറൈറ്റി മേക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ വേറെ രീതിയിൽ മറ്റേ മെയിൻ സീനിൽ ചെറിയ കോമഡി അടിക്കണം, ഡാർക്ക് ഹ്യൂമർ ടൈപ്പ്, അതൊക്കെ വളരെ കുഴപ്പമില്ലായിരുന്നു. ബേസില്ലാതെ പൊളിയായിരുന്നു. നമ്മുടെ ഈ പറഞ്ഞ അക്ബർ റഷീദ് അതിപ്പോൾ ഡാഷണലായി കുറച്ചാണെങ്കിലും എന്തെങ്കിലും സപ്പോർട്ടാണ്. അതെന്തായാലും പൊളിക്കും. നിരാശപ്പെടുത്തിയിട്ടില്ല. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഫസ്റ്റ് ടൈം നടത്താന്ന് പറയത്തില്ല. ബേസിൻ്റെ ഫൾ എലമെൻ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നന്നായി വർക്കൗട്ടായിരുന്നു. ഡാർക്ക് ഹ്യൂമർ ടൈപ്പ് സാധനം നന്നായി വർക്കൗട്ടായിരുന്നു. പിന്നെ നമ്മുടെ സൗബിൻ സംഭവം നൈസായിരുന്നു. ഒരു ഷാപ്പിൽ ഫസ്റ്റ് തുടങ്ങണോ അവസാനിക്കണോ ഷാപ്പിൽ തന്നെയല്ല, നല്ല തന്നെ നല്ല ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു കോമഡി ത്രില്ലർ ജോണായിട്ടാണ് ചെയ്യുന്നത്. കാരണം ത്രില്ലർ ഉണ്ട്, കോമഡി ഉണ്ട്, രണ്ടുകൂടി ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഡാർക്ക് ഹ്യൂമർ കോമഡി സൈഡ് നമുക്ക് ഈ പറഞ്ഞാൽ നമ്മൾ മാവേഴ്സൊക്കെ ആണെങ്കിൽ ഒരു സെൻറ്റി സീനിൽ കുറച്ച് കോമഡി വരുന്ന സാധനം അത് വർക്കൗട്ടായിരുന്നു. പുതിയൊരു അനുഭവമാണോ നമ്മൾ മൂവീസ് കണ്ടിട്ടുണ്ട്? പക്ഷെ എന്നാലും ലൈക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ ചെയ്യുന്നു. ഡാർക്ക് ഹ്യൂമർ ഒരുപാട് മലയാള സിനിമയിൽ വർക്കായിട്ടില്ല. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് വർക്കായിട്ടില്ല പടത്തിൽ വർക്കാണ്. മൂന്നാം അസോസിയാണ് എനിക്ക് അത്യാവശ്യം ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്തത്. ആ കംപ്ലീറ്റ്ലി ഡാർക്ക് ഹ്യൂമർ ടൈപ്പ് അല്ല, ത്രില്ലിംഗാണ്, ത്രില്ലറിനാണ് ഇതിനകത്ത് മെയിൻ. എന്നാൽ അതിനകത്ത് ചില സ്പോട്ട് ഓൺ സ്ഥലത്ത് ഡാർക്ക് ഹ്യൂമർ കൊണ്ടുവരുന്നത് അത് വർക്കുമായിരുന്നു. മറ്റു സിനിമയ്ക്ക് വ്യത്യസ്തമാക്കുന്ന എന്താണ്? മാം അതിൽ അഭിനയിച്ചിട്ടില്ല, അപ്പോൾ അല്ല എക്സ്പീരിയൻസ് പിന്നെ ഔട്ട്പുട്ടൊക്കെ കണ്ടിട്ടൊക്കെ എന്നെ തോന്നി?
മാമിൻ്റെ തമാശയൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് ആ സീനിലൊക്കെ. നിങ്ങളാണല്ലോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയും. അല്ല ഭയങ്കര കൈയായിട്ടായിരുന്നു മാമിൻ്റെ ഓരോ ഡയലോഗിനനുസരിച്ച്. ഭയങ്കര രസമായിട്ട് ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ വരെ ഈ സിനിമയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. സുന്ദരേട്ടനാണെങ്കിൽ കുറേ പേര് അങ്ങനെ പുതിയ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളെ പോലെ. അപ്പോൾ വളരെ നന്നായിട്ട് നമ്മൾക്ക് എന്തായാലും ഇതൊരു ഷോയുടെ എന്തായാലും അറിയാം. നമുക്ക് അത്രയും നല്ല കാസ്റ്റാണ്, ക്യൂവാണ്. പിന്നെ അൻവറി പ്രൊഡക്ഷൻ ശൈലി ബാലൻസ് സൗദിക്ക അല്ലെങ്കിൽ ബേസിൽ അതുപോലെ റിയാസ് ബുക്കർ നല്ല ചന്ദ്രൻ ചേട്ടൻ സതീഷ് ഒരുപാട് നല്ല ക്യൂഡൻസ് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അത് കൂടാണ്ട് മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ടോണിക്സ് എല്ലാവരും അത്യാവശ്യം നല്ല ക്യൂവായിരുന്നു. നമുക്ക് ഒരു ഭയങ്കര എന്തായാലും ഔട്ട്പുട്ടായിരിക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് കറക്റ്റ് തന്നെ നമ്മുടെ പേഴ്സണലാണ്. നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പേഴ്സണലി ഐ എം ഹാപ്പി, വെരി ഹാപ്പി. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു പടം? മകളായിട്ടല്ല അഭിനയിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ഇവൻ ബേസിലായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സോ ഹാപ്പി ഫോർ ദാറ്റ് ഔട്ട്പുട്ട്. ചേട്ടൻ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഇതിൽ ഭയങ്കര അടിപൊളിയാണ്. ഏറ്റവും നല്ലൊരു മുൻകൂട്ടാണ് 2025 ഏറ്റവും നല്ലൊരു മുൻകൂട്ടാണ്. മലയാള സിനിമയ്ക്ക് വിശ്വസിക്കാവുന്ന നല്ല സിനിമകൾ നല്ല ഡയറക്ടറാണ്. എന്തായാലും ഇനി ഈ സിനിമയ്ക്ക് ശേഷം ആഫ്റ്റർ പാവങ്കോട് ഇതേപോലത്തെ ഒരുപാട് ക്യാരക്ടറുകൾ എന്തായാലും ചേട്ടൻ കിട്ടിയിരിക്കും എനിക്ക് 100% ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് പെർഫോമൻസ് ആയിരുന്നു. നാട്ടിൽ വന്നാവട്ടെ, സന്തോഷം. പൊന്മുട്ടയിലായിരുന്നു കൂടുതൽ ഇപ്പോൾ പെട്ടെന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഡിഫറൻസ് എങ്ങനെ തോന്നി? ചക്രവർത്തിമാരുടെ കൂടെയുള്ള ഭാര്യയാണ് ഫാമിലിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ സൗദിയുടെ വ്യത്യസ്തമായിട്ട് ഇതുവരെ ചെയ്യാത്ത രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിനയമാണ്. എല്ലാവരും ഇൻവെസ്റ്റിഗേഷനാണോ സസ്പെൻസാണോ ത്രില്ലറാണോ? എൻ്റെ ഫാമിലി സുഹൃത്തുക്കളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല, വേറെ സംഭവമാണ്. എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കാണാം. പ്രണയവും സൗഹൃദവും പോലീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബേസിലായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഭയങ്കര വർക്കൗട്ടായിട്ട് സീനായിരുന്നു. മറ്റേ പേര് ചോദിക്കുന്നതൊക്കെ